ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 3. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു എലിമിനേഷൻ എപ്പിസോഡാണ്. സ്റ്റാർട്ടിങ് തന്നെ റനീഷ റഹ്മാൻ നല്ല മാസൊക്കെ അടിച്ച് ജഡ്ജസിൻ്റെ സീറ്റിലൊക്കെ വന്നിട്ട് എന്താ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് എന്താ ഇനി പുതിയ ട്വിസ്റ്റ് വല്ലതും ആണോ എന്ന്, അവരെ കാണാനില്ലല്ലോ എന്ന്. പക്ഷേ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റനീഷ റഹ്മാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ എനിക്കിത് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് തോന്നുന്നു. എനിക്കൊട്ടും അങ്ങ് വർക്കാവണില്ല ചില സ്ഥലത്തൊന്നും. ഇവര് ഓൾറെഡി 40 ആൾക്കാരും ഉണ്ടായിരുന്നു, രണ്ട് സൈഡിലായിട്ട് ഇരിക്കണു. രണ്ട് കുറച്ച് പേര് താഴെ, കുറച്ച് പേര് മേളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരുത്തിയേക്കണു. അപ്പോൾ ഇവരുടെ ഇന്നത്തെ ടാസ്ക് ഇവർ തുടങ്ങിയപ്പോഴേ ഹിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എലിമിനേഷൻ എപ്പിസോഡാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമുക്ക് എല്ലാവരുടെയും മുഖത്ത് തന്നെ കാണാം. ഓക്കെ, നല്ല സാധനം, ഞാനിന്ന് പോകും, അങ്ങനത്തെ ഒരു മൂഡിലാണ് എല്ലാവരും ഇരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ റനീഷ് പറയുന്നുണ്ട്, എന്നാൽ നമുക്കിത് എല്ലാവരും കൂടെ ഒന്നിച്ച് നടത്താൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ 4 ഗ്രൂപ്പായിട്ട് തിരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം തന്നെ രഞ്ജിനി അവിടെ നിന്ന് എന്തായാലും ഓൾറെഡി ഇപ്പം 4 പേര് ഇങ്ങനെ തന്നെ ഇരിക്കണേ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഏതാണ്ട് 10 വയസ്സിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു അറേഞ്ച് ചെയ്ത് ഇരുത്തിയേക്കുവാണ് 4 ടീമായിട്ട് മിക്സ് ആക്കി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ തന്നെ അവർ 4 ടീമാക്കി അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഓരോ ടീമിലെയും ആൾക്കാരെ വിളിച്ചിട്ട് ക്യാപ്റ്റൻസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ക്യാപ്റ്റൻസ് ആയിട്ട് സജസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ താഷി, മറ്റേ ആ വടി ഇങ്ങനെ വിട്ട് കളിക്കണേ ആ ഗെയിം കളിച്ച താഷി. പിന്നെ സെക്കൻഡ് ടീമിൽ പ്രണവ്, മറ്റേ ആ കപ്പ് വെച്ചിട്ട് ഇതാക്കിയ ആ പുള്ളി, പ്രണവ്, അത് തന്നെ പുള്ളി. പിന്നെ തേർഡ് ടീമിൽ അഭിരാം. പിന്നെ ഫോർത്ത് ടീമിൽ രാകേഷ്, മറ്റേ കൊച്ചിക്കാരൻ. പുള്ളിയൊക്കെ എനിക്ക് പുള്ളി അങ്ങോട്ട് കണക്ട് ആയില്ല അത്രയ്ക്ക്. ശരി, എന്നാ മെയിൻ അടിക്കാൻ വേണ്ടി കളിക്കുന്ന രീതിയിലുള്ള പോലെ തോന്നി. അങ്ങനെ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. 4 ടീം. പുള്ളി ചിലപ്പോൾ പുള്ളിയുടെ സ്ക്രീൻ സ്പേസ് ഉപയോഗിക്കുക എന്നുള്ള മാക്സിമം രീതിയിൽ ചെയ്യണതാണ്. എന്തായാലും അത് വർക്കാവുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇഷ്ടമായിട്ടാണെങ്കിലും കുറച്ച് പേർക്ക് എന്തോ ഒരു സാധനം അടിക്കണതാണെങ്കിലും പുള്ളിയുടെ കണ്ടന്റ് എന്തായാലും പുറത്തു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ 4 ടീം ക്യാപ്റ്റൻസ് ആയിട്ട് തിരിച്ചു. എന്നിട്ട് ഈ ഓരോ ടാസ്ക് ഇവർക്ക് സെയിം ടാസ്ക് ആയിരുന്നു 4 ടീമിനും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ടോ, മറ്റേ പഴങ്കഞ്ഞിക്കകത്ത് കൊണ്ടുവന്ന അച്ചാറിട്ടൊരു സാധനമായിരുന്നു. എന്തായാലും ലാലേട്ടൻ വന്ന് കുറച്ച് മോട്ടിവേഷനൊക്കെ വാരി വിതർത്തിയിട്ട് പോയി. ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ആയി ബിഗ് ബോസിൻ്റെ ഹൗസിലോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ലാലേട്ടൻ വന്ന് ലാലേട്ടൻ്റെ മോട്ടിവേഷനൊക്കെ കഴിഞ്ഞൊരു ക്ലിപ്പായിരുന്നു. പുള്ളി എന്തോ ബുക്കൊക്കെ ആയിട്ട് വന്നാൽ ഞാൻ കുറച്ച് ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ 4 ക്യാപ്റ്റൻസിനെ തിരഞ്ഞെടുത്തു. ആ ഓരോ ടീം വൈസ് ആയിരുന്നു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നത്. സിമ്പിൾ ഗെയിം. ഒരു ബസറുണ്ട്. നമ്മളത് ബേസിക്കലി മെയിൻ ആയിട്ടത് ടീം വർക്കാണ്, കാൽക്കുലേഷൻ ആ സാധനമാണ് ഇന്നത്തെ വർക്കാവണേ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഒരു ബസറുണ്ട്, ഒരു പ്രാവശ്യം നിൽക്കുക, അപ്പോൾ ആ ബസർ സ്റ്റാർട്ടാവും. ഒരു ടീമിൽ ഇങ്ങനെ ലൈനായിട്ട് ബാക്ക് നിൽക്കുക. ഫസ്റ്റ് ആൾ പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് സ്റ്റോപ്പ്. അപ്പോൾ ഓരോ ആൾക്കാരും സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയം പുറകിക്കുന്ന ആൾക്കാർ കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇവർ കൊടുത്തുന്ന മാക്സിമം ടൈം 60 സെക്കൻഡ്സിനടുത്ത് ആരാണോ കംപ്ലീറ്റ് ചെയ്യണത് അവർ വിന്നേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഫസ്റ്റ് ടീം തന്നെ ഫ്ലോപ്പ്. ഫസ്റ്റത്തെ കൊച്ചി 2-3 പ്രാവശ്യമൊക്കെ പിടിച്ച് നിൽക്കി. ആ കൊച്ചിന് എനിക്കറിയില്ല ഇവർക്ക് മര്യാദയ്ക്ക് ടാസ്ക് പറഞ്ഞു കൊടുക്കണില്ലേ എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ടീമിനൊന്നും മനസ്സിലാകാതെ അവരൊന്ന് കളിച്ചത്. അപ്പം ഞാൻ ഓർത്ത് സെക്കൻഡ് ടീമിനെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടുമായിരിക്കുമെന്ന്. സെക്കൻഡ് ടീം അതിനേക്കാൾ വലിയ മോശം. എന്നുവെച്ചാൽ 45 സെക്കൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല, കാൽക്കുലേഷൻ്റെ സംഭവം ഉണ്ടാവും. ആദ്യത്തെ ടീം 45 സെക്കൻഡ്സ് ആണ് എടുത്തത്. സെക്കൻഡ് ടീം ഏകദേശം 45-46 ആ റേഞ്ചിലാണ് അവരും എടുത്തത്. ഇതുപോലെ തന്നെ ജസ്റ്റ് ഫസ്റ്റ് പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ടീമിലെല്ലാവരും കഴിഞ്ഞ് ലാസ്റ്റത്തെ ആൾ കഴിയുമ്പോൾ വിച്ച് ഈസ് ക്ലോസ് ടു 60 സെക്കൻഡ്സ് അവരായിരിക്കും വിൻ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ടീം കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ടീമിനും തേർഡ് ടീമിനും ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നവർക്കും കുറച്ചും കൂടെ ഐഡിയ ബെറ്റർ ആയിട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ സെക്കൻഡ് ടീം വന്നിട്ട് ഞങ്ങൾ സെറ്റാക്കും എന്നുള്ള രീതി വന്നിട്ട് അവരും ഒന്നും കാണിച്ചൊന്നുമില്ല. ഏകദേശം 46 രീതിയിൽ തന്നെയായിരുന്നു. തേർഡ് ടീം വന്നപ്പോൾ നമ്മൾ ഓർത്ത് സെക്കൻഡ് ടീമിൻ്റെ അബദ്ധമെങ്കിലും വെച്ചിട്ട് തേർഡ് ടീം ഇതാവും എന്നുള്ള രീതിയിൽ. പക്ഷേ തേർഡ് ടീമാണ് ആയിരുന്നു ഏറ്റവും വേസ്റ്റ്. എന്തോ 35 സെക്കൻഡ്സോ അങ്ങനെ എന്തോ ആയിട്ട് അവരെടുത്തിട്ടുള്ളൂ. അതിനകത്ത് മൊത്തം കലവിലാണ്. എന്നുവെച്ചാൽ അവരുടെ പ്ലാൻ എന്ന് വെച്ചിട്ട് 1 പ്ലാനായിട്ടാണ് വന്നത്. ഓരോ ആൾക്കാർ 1 സെക്കൻഡ്സ് പ്രസ് ചെയ്യുക, ലാസ്റ്റത്തെ ആള്
ബാക്കിയുള്ളത് അങ്ങ് പ്രസ് ചെയ്യുക, ഏകദേശം അപ്പം അടുത്ത് കിട്ടുന്നു. പ്ലാനൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ പാളി. ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിരുന്ന ടീം കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് 1 സെക്കൻഡ് നിൽക്കാമെന്നും കുറച്ച് പേര് 6 സെക്കൻഡ്സ് നിൽക്കാമെന്നായിരുന്നു. അതിനേക്കാൾ വലിയ ദുരന്തം പ്രസ് ചെയ്യാൻ കൊണ്ട് വെച്ചേക്കണ ബട്ടണാണെങ്കിൽ മര്യാദയ്ക്ക് അമങ്ങണമില്ല. അപ്പം ഇവർ മൊത്തത്തിൽ കാൽക്കുലേഷൻ, ചില ആൾക്കാർ നെക്കിയിട്ട് നിങ്ങണില്ല, സ്റ്റാർട്ടും സ്റ്റോപ്പും നിങ്ങാതെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു തേർഡ് ടീം വന്നിരുന്നത്. തേർഡ് ടീമായിരുന്നു കളിച്ചതിൽ ഏറ്റവും ബാഡ്. ഫസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ താശിയായിരുന്നു. അവര് 45 സെക്കൻഡ്സ് ഏകദേശം ആ ഒരു സമയത്തെടുത്തു. സെക്കൻഡ് ടീമിൽ വന്നിട്ട് ഏകദേശം ആ സമയം തന്നെ. തേർഡ് ടീമിൽ വന്നിട്ട് ഈ അഭിരാമിന്റെ ടീമായിരുന്നു. മറ്റേ ജിമ്മൻ ബൈസെപ്സ്, ദ ഗായ് വിത്ത് ബിഗ് ബൈസെപ്സ്, റിയാസിന്റെ സെലക്ഷൻ പുള്ളി. അതുപോലെ ഫോർത്ത് ടീമിൽ വന്നിട്ട് മറ്റേ ലോലിറ്റ, മറ്റേ 19 years old ആ കുട്ടി. പക്ഷെ എനിക്ക് കുറച്ചും കൂടി വർക്കായത് അവരുടെയാണ്. അവരും പ്ലാൻഡ് ആയിരുന്നു അത്യാവശ്യം. പക്ഷേ ഇതിന് ആക്ച്വലി അവർക്ക് കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവർക്ക് കണക്ക് തെറ്റേണ്ടതായിരുന്നു, പക്ഷേ നെക്കണതിനകത്ത് നെങ്ങളുണ്ടായിരുന്നില്ല. അത് അവർക്ക് ഒരു ലക്കായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. സംഭവം ഇങ്ങനെ നടന്നു. ഫോർത്ത് ടീമാണ് ജയിച്ചത്. ഏകദേശം 51 സെക്കൻഡ്സോളം അവർ ക്ലോസറായിട്ട് വന്നു. 60 സെക്കൻഡ്സിന്റെ ക്ലോസർ കമ്പയർ ടു അതേഴ്സ് അവർക്കായിരുന്നു കുറച്ചും കൂടി അപ്പർ ഹാൻഡ്. അങ്ങനെ ഫോർത്ത് ടീം വിജയിച്ചു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറച്ചെങ്കിലും ഇച്ചിരി ഗെയിം ആയത് അതിൻ്റെ ഇടയ്ക്ക് പൂജയ്ക്ക് കിട്ടി. പൂജ ഒരു സംഭവം പക്ഷേ കൊള്ളായിരുന്നു. എനിക്ക് ആ പൂജ എന്ന് പറഞ്ഞ കുട്ടീനെ എല്ലാവരും എന്താ നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് ആ കൊച്ചു വർക്കായി. ആക്ച്വലി അവൾക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് എന്തോ സാധനമുണ്ട്, പക്ഷെ പുറത്തോട്ട് കൺവേ ആവണ രീതി നെഗറ്റീവായിട്ടായിരിക്കാം. പക്ഷെ അവൾ ചെന്ന അവളുടെ ടീം കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവളോട് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ കാൽക്കുലേഷൻ തെറ്റിക്കാനുള്ള രീതിയിലുള്ള ഒച്ച കിടന്ന് ഇതൊക്കെ ആക്കുന്നുണ്ട്. ഇവള് പറയാൻ തുടങ്ങിയപ്പോഴാണ് ബാക്കിയുള്ളവർ എൻ്റെ കൂട്ടത്തിലെത്തി ഒച്ച ഷൗട്ട് ചെയ്യാനും കാര്യങ്ങൾ. കാരണം ഇത് കോൺസെൻട്രേഷൻ ഗെയിമാണ്. നമ്മൾ ജസ്റ്റ് ടൈമാണ്, നമുക്ക് കണ്ടോണ്ട് തന്നെ കൂട്ടിയാൽ തെറ്റണ സാധനമാണ്. എന്നാലും ഇവരുടെ ഒച്ച ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവണുണ്ട്. നമ്മൾ തന്നെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ സൗണ്ട് ഇപ്പുറത്ത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവണ്ട. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഗെയിമിന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്ന അവിടുത്തെ ആൾക്കാർക്ക് എന്തായാലും ഡിസ്ട്രാക്റ്റഡ് ആവും. ആ സാധനം വർക്കായി അത്യാവശ്യം. പക്ഷെ ഇത് കളിക്കണവർക്ക് അത് എന്താ ആ ഒരു സെൻസിലല്ല എടുത്തേക്കണം. എല്ലാവരും ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ തന്നെയായിരുന്നു എല്ലാവരും കളിച്ചത്. അവസാനം ഈ ഫോർത്ത് ടീം വിജയിച്ചു. ഈ രാകേഷ്, അതുപോലെ ഫോർത്ത് ടീമിലുള്ളത് അവര് രാകേഷിന്റെ ടീമാണ് വിജയിച്ചത്. പിന്നെ ഉണ്ടായിരുന്നത് വേഴ്സ്റ്റ് ടീമായിട്ട് അഭിരാമിന്റെ ടീമാണ്. പിന്നെ അപ്പോൾ ഇവർക്ക് ഒരു പവർ കൊടുത്തു. ഈ ഇൻഫിനിറ്റി ഈ സംഭവമുള്ള ആൾക്കാരെ വിളിപ്പിച്ചു അവരാണ്. അതുപോലെ വേഴ്സ്റ്റ് ടീമിൽ നിന്ന് ക്യാപ്റ്റൻ, അതുപോലെ ക്യാപ്റ്റൻസിന് എന്തോ പവർ ഉണ്ടെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻസിന് എലിമിനേറ്റ് ആവത്തില്ല. അപ്പോൾ ഇവർ ടീമിൽ നിന്ന് തന്നെ ചൂസ് ചെയ്തത് ആ 4 ക്യാപ്റ്റൻസും എലിമിനേറ്റ് ആവത്തില്ല. അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ പോലെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആണ് ഇവർ ഈ വേഴ്സ്റ്റ് ടീമിലുള്ള ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ഇവരിൽ നിന്ന് ആരെയാണ് പുറത്താക്കേണ്ടതെന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ചോദ്യം ചോദിച്ചു. അപ്പോൾ അതുപോലെ ഈ ഇൻഫിനിറ്റി പവർ ഉള്ള ആൾക്കാരുടെ ഈ വേഴ്സ്റ്റ് ടീമിൽ നിന്ന് 2 പേരുടെ ഇൻഫിനിറ്റി പവർ തിരിച്ചു മേടിച്ചെടുത്തു. അതായിരുന്നു ആദ്യത്തെ സംഭവം. അത് പോയത് എനിക്ക് തോന്നുന്നു അഭിരാമിൻ്റെയും വേറെ ആരുടെയും 2 പേരുടെ ഇൻഫിനിറ്റി പവർ പോയി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരോട് വരാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ബാക്കി ഇരിക്കുന്ന എല്ലാ ടീമിലുള്ള ഏതെങ്കിലും ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലോട്ട് ഇടാൻ പറഞ്ഞു, ഈ എലിമിനേഷൻ നോമിനേഷനിലോട്ടുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം ഇവർ പൂജ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അവളൊരു നല്ല ഗെയിമറാണ്, അവരെ നമ്മൾ പുറത്താക്കാൻ പാടില്ല, അപ്പം നമ്മൾക്ക് ഇത് പോകും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൂജേനെ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് വേറെ ഏതോ ഒരു കൊണ്ട് ഏതോ ഒരു പേര്, ആ കുട്ടിയുടെ പേര് പറഞ്ഞു. അങ്ങനെ ആ കുട്ടീനെ അപ്പൊ തന്നെ ഇവർക്ക് തന്നെ ഒരു തീരുമാനമില്ല. അവർക്ക് കിട്ടിയ പവർ മര്യാദയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പൊ തന്നെ രഞ്ജിനി മാസടിച്ചു. രഞ്ജിനി പറഞ്ഞു ഒന്നും വേണ്ട, എല്ലാം തിരിച്ചു മേടിച്ചെടുക്ക്, എല്ലാവരുടെയും ഇൻഫിനിറ്റി പവർ ഇങ്ങ് മേടിച്ചോ, ഇവരെന്നെ തീരുമാനിക്കേണ്ട, ഞാൻ ചോദിക്കാം ഇനി എന്താണെന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിനി ചാർജ് എടുത്ത് രഞ്ജിനി ചോദിച്ചു പൂജയ്ക്ക് കൈ വെക്കണവർ എത്ര പേരാന്ന് വെച്ചാൽ പൂജനെ കൊണ്ട് കൈ വെക്കിച്ചു. മറ്റേ കൊച്ചിന് അങ്ങനെ മെജോറിറ്റി. രഞ്ജിനി ചോദിച്ചപ്പോൾ ആദ്യമേ പൂജയ്ക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവർ തമ്മിലൊരു തീരുമാനം ആവാത്ത കൊണ്ടിട്ട് രണ്ടാമത് രഞ്ജിനി ചോദിച്ചിട്ട് ഒരു ഐഷ അങ്ങനെ എന്തോ ഒരു അഫ്സിയോ അങ്ങനെ എന്തോ ഒരു ആ കുട്ടിയാണ് അങ്ങനെ ഇതിനകത്തോട്ട് വന്നത്. പിന്നെ റെഡ് ബാൻഡ് കിട്ടിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഔട്ട് ഹൗസിലുള്ള ആൾക്കാർ, ഇവരെല്ലാവരിൽ നിന്നാണ് എലിമിനേഷൻ നടന്നത്. അപ്പോൾ സംഭവം ഓൾറെഡി ഇത് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ലൈവ് കൂടി അല്ലാത്തത് കൊണ്ടിട്ട് തീരെ ഭയങ്കര കട്ട് ചെയ്താണ് സ്ക്രീൻ സ്പേസ് കിട്ടണത്. ആക്ച്വലി അതിനകത്ത് കിട്ടണത് പിന്നെ എനിക്ക് തോന്നുന്നത് പൂജയ്ക്കൊക്കെയാണ് കിട്ടണത്. അപ്പൊ പിന്നെ പൂജനെ കളയാനും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എനിക്ക് അത്യാവശ്യം ഷുവറാണിത് ഇങ്ങനെ തന്നെ മാറ്റി നിർത്തിയേക്കണം. ഇവരെ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും.
അപ്പം അങ്ങനെ തന്നെ ഇരുത്തിയേക്കണമെന്നുള്ള രീതിയിൽ. ലാസ്റ്റ് ഒരു പേരെന്താ, റാഷയും ഈ പിന്നെ ആ എ കൊണ്ട പേര് ഞാൻ മറന്നുപോയി. ആ എ കൊണ്ടുള്ള പേരുള്ള കുട്ടിയാണ് വന്നത്. അപ്പം ഇവർ ആ സാധനം ഇട്ട് കൊടുക്കാൻ നോക്കണ്ടിട്ടോ, തമ്മിൽ തല്ലിക്കാനുള്ള സംഭവം. ലാസ്റ്റ് രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡിസേർവിങ് എന്നുള്ള രീതിയിൽ എന്നൊക്കെ രീതിയിൽ ചോദിച്ചിട്ട് ഇവർ പറയണ്ട. അപ്പോൾ ഈ റാഷ എന്ന് പറഞ്ഞ കുട്ടി, ഞാൻ തന്നെയാണ് ഡിസേർവിങ്, എൻ്റെ അഭിരാം എന്ന് പറഞ്ഞ പുള്ളിയുടെ വീക്ക് പെർഫോമൻസ് ക്യാപ്റ്റൻ നല്ലല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കേണ്ടി വന്നത്, അല്ലാതെ ഇത്രയും ദിവസം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതുപോലെ മറ്റേ കൊച്ചിനോട് ചോദിച്ചപ്പോൾ ആ കൊച്ചു ഇച്ചിരിയൊക്കെ പാവത്തിനെയൊക്കെ പോലും ആ കൊച്ചെന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഈ റാഷ എന്ന് പറഞ്ഞ കുട്ടിക്ക് എനിക്ക് അങ്ങനെ ഏകദേശം ഉറപ്പായിരുന്നു ഇവള് സേവ് ആയിരിക്കും, മറ്റവളായിരിക്കും പോകാൻ പോണേന്ന്. പക്ഷേ അവരവിടെ പറഞ്ഞു ഓക്കെ, എന്നാൽ നീ തന്നെയാണ് പോകാൻ പോണേന്നുള്ള രീതിയിൽ റാഷനോട് പറഞ്ഞു. റാഷ പറഞ്ഞു എനിക്ക് തോന്നണില്ല ഇത് ഫെയർ ആയിട്ടുള്ള രീതിയിലാണെന്ന്, ഇന്നത്തെ ജഡ്ജ്മെന്റ് ആണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്താ, ഇന്നത്തെ കളിയുടെ മാത്രമല്ല ഇത് ഈ 2 ദിവസത്തെ പെർഫോമൻസിന്റെ ഇതിന് ബേസ് ചെയ്തിട്ടാണ് എലിമിനേഷൻ നടക്കണേന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ റാഷ ഈസ് ഔട്ട്. അപ്പോൾ പുറത്തു പോയത് മറ്റേ ബിജു, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇത്തിരി പ്രായമുള്ള ആ ചേട്ടൻ, പിന്നെ ആരാധ്യ, ആ ഒരു 18 ഇയേഴ്സോ അങ്ങനെ എന്തൊരു കുട്ടി. അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഇനി അവർ കാണിക്കാത്താണോ നമ്മളെ അവർ ചെയ്യാത്താണോ നമ്മളെ കാണിക്കാത്താണോ എന്നറിയില്ല. ആരാധ്യ, പിന്നെ ബിജു, പിന്നെ നിതീഷ്, നിതിൻ, പിന്നെ ഈ റാഷ, ഇവർ 4 പേരുമാണ് എലിമിനേറ്റ് ആയത്. ജഡ്ജസ് ആണെങ്കിലും ഈ റിയാസ്, ഞാനിപ്പോൾ സീക്രട്ട് ഏജന്റ് സായിയുടെ വീഡിയോ ഉണ്ട്, സായിയും പറഞ്ഞു എനിക്കും ആ സാധനം കണക്റ്റായി. റിയാസ് ചുമ്മാ ഷോ ഇട്ട് ഓക്കെ ഈ സാധനമൊക്കെ അടിച്ച റിയാസ് നിൽക്കണേ, എനിക്ക് അതിലൊക്കെ അഖിൽമാരാറ് ഞാനും അഗ്രി ചെയ്യണം ആ സാധനത്തിന്. പുള്ളിയാണെങ്കിൽ ഒരു ടാസ്ക് ഇറക്കുമ്പോഴത്തേക്ക് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അങ്ങനെ പുള്ളിയുടെ മാത്സ് നമുക്കറിയാം, പുള്ളി മറ്റേ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുമ്പോൾ തന്നെ പുള്ളി ബാക്കിയുള്ളവരെ ജയിപ്പിച്ച് തോപ്പിച്ച് എനിക്ക് എങ്ങനെ ജയിക്കാം എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണ പുള്ളിയുടെ മനസ്സാണ്. പുള്ളി അത്യാവശ്യം ഇവർക്ക് ഹിന്റ് ഇട്ട് കൊടുക്കണം, പക്ഷെ ഇവർക്ക് മനസ്സിലാവണില്ല. പുള്ളി ഇട്ട് കൊടുക്കണ ഹിന്റ് പോലും ഇവർക്ക് മനസ്സിലാവാത്തൊരു അവസ്ഥയുണ്ട്. പുള്ളി അത്യാവശ്യം ഗെയിമിൽ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് നിൽക്കണത്. രഞ്ജിനി ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഇവർ ആരെന്ത് പറഞ്ഞാലും ഒന്ന് താന്നാലും പുള്ളിക്കാരുടെ നാവ് കൊണ്ടുള്ള രീതിയിൽ രഞ്ജിനി മുങ്ങി. പക്ഷെ എനിക്ക് റിയാസ് വേണ്ടായിരുന്നു ആക്ച്വലി. റിയാസിന് വരെ വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരായിരുന്നു. സാബുമോൻ വർക്കായനെ, സാബുമോനാണെങ്കിലും എനിക്ക് തോന്നുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. സാബുമോനൊക്കെ ഈ പുള്ളിക്കാരൻ്റെ സ്പേസ് പുള്ളിക്കാരനെ എടുക്കുന്ന രീതിയിലുള്ള. റിയാസിന് എന്താ എനിക്കറിയില്ല, റിയാസ് ആക്ച്വലി അങ്ങനെ പുള്ളിയുടെ സ്പേസ് ആർക്കും കൊടുക്കാത്തതാണ്. പക്ഷെ എനിക്കങ്ങനെ റിയാസിൻ്റെ ഇൻപുട്ട് ഉള്ളതുപോലെ തോന്നുന്നില്ല. ഇത് ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ എന്താവും എന്നറിയാം. ലെറ്റ്സ് സീ.